ഹലോ ആൻഡ് വെൽക്കം ടു മൈ ചാനൽ നിത് വിത്ത് അമ്മു. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് എങ്ങനെ നമ്മൾക്ക് സിംഗിൾ ക്രോഷ്യ ചെയ്യാം എന്നതാണ്. സിംഗിൾ ക്രോഷ്യയാണ് നമ്മൾ ക്രോഷ്യ ചെയ്യുന്നതിൽ വെച്ച് ഏറ്റവും ചെറിയ സ്റ്റിച്ച്. സിംഗിൾ ക്രോഷ്യ ചെയ്യുന്നതിന് മുന്നേ ഞാൻ വിചാരിക്കുന്നു നിങ്ങളെല്ലാവരും ചെയിൻ സ്റ്റിച്ച് ചെയ്യാൻ കംഫർട്ടബിൾ ആണെന്ന്. നിങ്ങൾക്ക് എങ്ങനെ ചെയിൻ സ്റ്റിച്ച് ചെയ്യാം എന്നറിയില്ലെങ്കിൽ നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ടിട്ട് എങ്ങനെ സ്ലിപ്പ് നോട്ട് ഉണ്ടാക്കാം എന്നിട്ട് അതെങ്ങനെ ചെയിൻ സ്റ്റിച്ച് ആക്കാം എന്ന് കണ്ടുപഠിക്കണം. സോ നമ്മൾക്ക് എങ്ങനെ സിംഗിൾ ക്രോഷ്യ ചെയ്യാം എന്ന് നോക്കാം. സോ ആദ്യം തന്നെ ഞാൻ എൻ്റെ മുന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞ പോലെ ക്രോഷ്യ ചെയ്യുമ്പോഴൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മളുടെ സ്റ്റിച്ചസിൻ്റെ നമ്പർ കൗണ്ട് ചെയ്യുന്നത്. സോ നമ്മൾ ഇവിടെ ചെയ്തു വെച്ചിരിക്കുന്നത് 10 സ്റ്റിച്ചസ് ആണ് ഞാനിവിടെ ചെയിൻ ചെയ്തു വെച്ചിരിക്കുന്നത്. 1 2 3 4 5 6 7 8 9 ആൻഡ് 10 സ്റ്റിച്ചസ് ആണ് ഞാനിവിടെ ചെയിൻ ചെയ്തു വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾക്ക് സിംഗിൾ ക്രോഷ്യ ചെയ്യുമ്പോൾ 10 സ്റ്റിച്ചസ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഈ 10 സ്റ്റിച്ചസ് ചെയിൻ ചെയ്തത് കൂടാതെ ഒരു അഡീഷണൽ സ്റ്റിച്ച് കൂടി ചെയിൻ ചെയ്യണം. അതായത് നിങ്ങൾക്ക് 10 സിംഗിൾ ക്രോഷ്യ വേണമെങ്കിൽ നിങ്ങൾക്ക് 11 ചെയിൻ ഉണ്ടായിരിക്കണം. സോ നമ്മൾക്ക് ഒരു ചെയിനും കൂടി ഉണ്ടാക്കാം. ഒരു ചെയിനും കൂടെ ചെയ്ത് ഇപ്പോൾ നമ്മൾക്ക് 11 ചെയിൻ സ്റ്റിച്ചസ് ആണ് നമ്മളുടെ ഈ റോയിലുള്ളത്. സോ നമ്മൾക്ക് ഇനിയത്തെ സ്റ്റിച്ച് നമ്മൾ ചെയ്യേണ്ടത് ഈ റോയിലല്ല, ഈ സ്റ്റിച്ചിലല്ല, അടുത്ത സ്റ്റിച്ചിലാണ്. നമ്മൾക്ക് 10 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ചസ് ആണ് ആവശ്യമെങ്കിൽ നമ്മൾക്ക് 11 സ്റ്റിച്ചസ് ചെയിൻ ചെയ്തെടുക്കണം. എന്നിട്ട് നമ്മൾ സിംഗിൾ ക്രോഷ്യ ചെയ്യാൻ പോകുന്നത് ഈ 11th സ്റ്റിച്ചിലായിരിക്കില്ല. ഈ 11th സ്റ്റിച്ച് വിട്ട് ഈ 10th സ്റ്റിച്ച് തൊട്ടാണ് നമ്മൾ സിംഗിൾ ക്രോഷ്യ ചെയ്യാൻ പോകുന്നത്. പിന്നെ എല്ലാവർക്കും ഉണ്ടാകുന്ന മറ്റൊരു സംശയം എന്താണെന്ന് വെച്ചാൽ ഈ ഓരോ സ്റ്റിച്ചിലും നമ്മൾക്ക് ഇങ്ങനെ 3 ലൂപ്സ് കാണാൻ പറ്റും. അതായത് ഞാൻ കാണിച്ചു തരാം. ഒന്ന് ഇത് നമ്മളുടെ ടോപ്പ് ഭാഗത്തുള്ള ഒന്ന്, പിന്നെ ഇത് ഈ ബോട്ടമുള്ള 2, അതുകൂടാതെ ബാക്കിലുള്ള 3. ഈ 3 എണ്ണത്തിൽ ഏതിലാണ് നമ്മൾ ആദ്യം സിംഗിൾ ക്രോഷ്യ ചെയ്യേണ്ടതെന്ന് എല്ലാവർക്കും ഡൗട്ട് ഉണ്ടാവാറുണ്ട്. അപ്പോൾ സിംഗിൾ ക്രോഷ്യ ഫസ്റ്റ് ലെവൽ ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും ചെയ്യേണ്ടത് ഇതിൻ്റെ മുകളിലത്തെ ഈ ലൂപ്പിലാണ്. അല്ലാതെ ഈ 2 എണ്ണം വെച്ചിട്ടോ ഈ 3 എണ്ണം വെച്ചിട്ടോ അല്ല, നമ്മളുടെ ഈ മുകളിലുള്ള ഫസ്റ്റ് ലൂപ്പിലാണ് നമ്മൾ സിംഗിൾ ക്രോഷ്യ ചെയ്യേണ്ടത്. ഇനി നമ്മൾക്ക് നമ്മളുടെ ഫസ്റ്റ് സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യാം. അതിനുവേണ്ടി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 10 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ചസ് ആണ് വേണ്ടതെങ്കിൽ നിങ്ങൾ 11 ചെയിന് ഉണ്ടാക്കേണ്ടതാണ്. എന്നിട്ട് നമ്മളുടെ നീഡിൽ ആദ്യത്തെ ലൂപ്പിൽ ഇൻസേർട്ട് ചെയ്യാതെ, അതായത് ആദ്യത്തെ സ്റ്റിച്ചിൽ ഇൻസേർട്ട് ചെയ്യാതെ ഈ സ്റ്റിച്ച് വിട്ട് രണ്ടാമത്തെ, അതായത് 10th സ്റ്റിച്ചിലാണ് ഇൻസേർട്ട് ചെയ്യേണ്ടത്. ഞാൻ നേരത്തെ പോലെ 10th സ്റ്റിച്ചിൻ്റെ മുകളിലത്തെ ലൂപ്പിലാണ് ഇൻസേർട്ട് ചെയ്യേണ്ടത്. ഇങ്ങനെ ഇൻസേർട്ട് ചെയ്യാം. അപ്പോൾ നമ്മളുടെ സ്റ്റിച്ചിൽ 2 ലൂപ്പ് കാണും. എന്നിട്ട് യാണിനെ ഇങ്ങനെ ചുറ്റിയെടുക്കാം. വർക്കിംഗ് യാണിനെ ഇങ്ങനെ ചുറ്റിയെടുക്കുന്നതിന് യാൺ ഓവർ എന്നാണ് പറയുക. ഇങ്ങനെ യാൺ ഓവർ ചെയ്ത് നമ്മളുടെ ഫസ്റ്റ് ലൂപ്പിൻ്റെ അകത്തു കൂടി ഇങ്ങനെ പതിയെ പുറത്തേക്ക് എടുക്കാം. അപ്പോൾ നമ്മളുടെ നീഡിൽ 2 ലൂപ്സ് ബാക്കി ഉണ്ടാകും. ഒന്നുകൂടെ യാൺ ഓവർ ചെയ്ത് ഈ 2 എണ്ണത്തിൻ്റെ അകത്തു കൂടി ഒരുമിച്ച് പുറത്തേക്ക് എടുക്കാം. ഇങ്ങനെ പതിയെ ഇങ്ങനെ നീഡിൻ്റെ അറ്റം ചെറുതായി ഒന്നിങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് പതിയെ ഇങ്ങനെ പുറത്തേക്ക് എടുക്കാം. അങ്ങനെ നമ്മളുടെ ഫസ്റ്റ് സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് കംപ്ലീറ്റ് ആയി. ഒരിക്കൽ കൂടി കാണിക്കാം. അടുത്ത സ്റ്റിച്ചിൻ്റെ മുകളിലത്തെ ലൂപ്പിലേക്ക് പതിയെ ഇൻസേർട്ട് ചെയ്യാം. എന്നിട്ട് യാൺ ഓവർ ചെയ്ത് ഈ ഫസ്റ്റ് ലൂപ്പിലേക്ക് കൂടെ പുറത്തേക്ക് എടുക്കാം. ഒരിക്കൽ കൂടി യാൺ ഓവർ ചെയ്ത് ഈ 2 എണ്ണത്തിൻ്റെ അകത്ത് കൂടെ ഒരുമിച്ച് പുറത്തേക്ക് എടുക്കാം.
ഇനി നമ്മളുടെ റോത്തെ അവസാനത്തെ സ്റ്റിച്ച് ചെയ്യാം. അവസാനത്തെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ ഈ സ്ലിപ്പ് നോട്ടിൽ ഇൻസേർട്ട് ചെയ്യരുത്. സ്ലിപ്പ് നോട്ട് വളരെ ടൈറ്റായി വെക്കുക. അവസാനത്തെ സ്റ്റിച്ചിലേക്ക് ഇങ്ങനെ പതിയെ ഇൻസേർട്ട് ചെയ്ത് ഒരു ലൂപ്പ് യാൺ ഓവർ ചെയ്ത് പുറത്തേക്ക് എടുക്കാം. എന്നിട്ട് ഒന്നും കൂടി യാൺ ഓവർ ചെയ്ത് രണ്ടെണ്ണത്തിൻ്റെ അകത്തേക്ക് കൂടി എടുക്കാം. നമ്മൾ ഓരോ റോവും ചെയ്ത് കഴിഞ്ഞ് ബിഗിനേഴ്സിനോടായതുകൊണ്ടാണ് പറയുന്നത്, സ്റ്റിച്ചിൻ്റെ കൗണ്ട് വളരെ അത്യാവശ്യമായി നോക്കണം. ഇപ്പോൾ ഈ ഒരു റോയിൽ നമുക്ക് 10 സ്റ്റിച്ചസ് വന്നോ എന്ന് നോക്കാം. സ്റ്റിച്ചസ് എങ്ങനെയാണ് കൗണ്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾക്ക് കാണാലോ, ഇങ്ങനെ ഒരു വി ഷേപ്പിൽ ഈ നമ്മളുടെ സിംഗിൾ ക്രോഷേ ചെയ്ത് കഴിഞ്ഞതിൻ്റെ മുകൾ ഭാഗം ഇങ്ങനെ ഒരു വി ഷേപ്പിൽ കാണാം. അതാണ് നമ്മൾക്ക് ഒരു സ്റ്റിച്ചായി കൗണ്ട് ചെയ്യേണ്ടത്. ഈ ഫസ്റ്റ് വി 1 2 3 4 5 6 7 8 9 and 10. അപ്പോൾ നമ്മൾ 11 സ്റ്റിച്ചസ് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് 10 സിംഗിൾ ക്രോഷേ സ്റ്റിച്ചസ് ഇപ്പോൾ കിട്ടി. ഇനി നമ്മൾക്ക് നെക്സ്റ്റ് ലെവൽ ആവുമ്പോൾ എങ്ങനെയാണ് സിംഗിൾ ക്രോഷേ ചെയ്യുക എന്ന് നോക്കാം. അതിനായി നമ്മളുടെ എൻറ്റയർ വർക്ക് ഇങ്ങനെ ടേൺ ചെയ്യാം. ഇങ്ങനെ ടേൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ നെക്സ്റ്റ് ലെവൽ ആദ്യം തന്നെ സിംഗിൾ ക്രോഷേ ചെയ്യാൻ പാടില്ല. ഇവിടെ ഒരു ചെയിൻ സ്റ്റിച്ച് വെറുതെ ഇങ്ങനെ കൊടുക്കണം. നമ്മളുടെ വർക്ക് ടേൺ ചെയ്തിട്ട് ഒരു ചെയിൻ സ്റ്റിച്ച് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. അത് എന്തിനാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മളുടെ വർക്ക് പാറ്റേൺ ഇവിടെ ഇങ്ങനെ വളഞ്ഞു നിൽക്കാതിരിക്കാൻ വേണ്ടി, നല്ല സ്ട്രെയിറ്റ് ആയി നിൽക്കാൻ വേണ്ടിയാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾക്ക് നമ്മളുടെ സിംഗിൾ ക്രോഷേ പാറ്റേൺ കണ്ടിന്യൂ ചെയ്യാം. പക്ഷേ നമ്മളുടെ നേരത്തെ ലെവലിനെക്കാളും എന്താ ഇവിടെ ഡിഫറൻസ് എന്ന് വെച്ചാൽ, സിംഗിൾ ക്രോഷേ ചെയ്യുമ്പോൾ നമ്മൾ ഈ എൻറ്റയർ വീൻ്റെ ഉള്ളിലേക്കാണ് ഇൻസേർട്ട് ചെയ്യേണ്ടത്. അല്ലാതെ നേരത്തെ പോലെ ഈ മുന്നിൽ കാണുന്ന ഇതിൻ്റെ അകത്ത് മാത്രമല്ല ഇൻസേർട്ട് ചെയ്യേണ്ടത്. ഈ വീൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇൻസേർട്ട് ചെയ്യാം. അതിനെ ഇത് 1 ഇത് 2 ലൂപ്സായാണ് കണക്കാക്കുന്നത്, ഇത് ഒരു ലൂപ്പായാണ് കണക്കാക്കുന്നത്. അങ്ങനെ ഇതിൻ്റെ അകത്ത് കൂടി, ഈ വീൻ്റെ അകത്ത് കൂടി ഫസ്റ്റ് യാൺ ഓവർ ചെയ്ത് ഇങ്ങനെ പുൾ ചെയ്യാം. എന്നിട്ട് വീണ്ടും ഒന്നും കൂടി യാൺ ഓവർ ചെയ്ത് ഈ രണ്ടെണ്ണത്തിൻ്റെ അകത്ത് കൂടി ഇങ്ങനെ പുൾ ഓവർ ചെയ്യാം. ഒരിക്കൽ കൂടി കാണിക്കാം. നമ്മൾ നേരത്തെ ചെയ്തത് ഫസ്റ്റ് ലെവലിൽ ചെയ്തത് ഇങ്ങനെയാണ്. ഈ ഫസ്റ്റ് ലൂപ്പിൽ മാത്രമാണ് ഇൻസേർട്ട് ചെയ്ത് കാണിച്ചത്. പക്ഷേ സെക്കൻഡ് ലെവൽ ഓഫ് സിംഗിൾ ക്രോഷേ ചെയ്യുമ്പോൾ ഈ വീൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ മുഴുവനായി ഇൻസേർട്ട് ചെയ്യുക. അപ്പോൾ നമ്മളുടെ നീഡിൽ 2 ലൂപ്പ് ഉണ്ടാകും. ഈ വീനെ ഒരു ലൂപ്പായാണ് നമ്മൾ കണക്കാക്കുന്നത്, 1 2. എന്നിട്ട് ഒന്ന് യാൺ ഓവർ ചെയ്ത് ഈ വീൻ്റെ അകത്ത് കൂടെ പുൾ ചെയ്യുക. ഒന്നും കൂടി യാൺ ഓവർ ചെയ്ത് രണ്ടെണ്ണത്തിൻ്റെ അകത്ത് കൂടി പുൾ ചെയ്യുക. അങ്ങനെ നമ്മളുടെ പാറ്റേൺ കണ്ടിന്യൂ ചെയ്ത് പോവാം. സോ എല്ലാവർക്കും എൻ്റെ സിംഗിൾ ക്രോഷേ ട്യൂട്ടോറിയൽ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും എൻ്റെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുമെന്നും ഷെയർ ചെയ്യുമെന്നും ഞാൻ വിചാരിക്കുന്നു. ഞാൻ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന നീഡിൽ ആൻഡ് യാൺ ഇൻഫർമേഷൻ ഞാൻ താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കത് പോയി ചെക്ക് ചെയ്യാം. പിന്നെ എങ്ങനെ ചെയിൻ സ്റ്റിച്ച് ഉണ്ടാക്കാം എന്നും സ്ലിപ്പ് നോട്ട് ഉണ്ടാക്കാം എന്നും ഉള്ള വീഡിയോയുടെ ലിങ്കും ഞാൻ താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതും പോയി ചെക്ക് ചെയ്യാം. ദയവ് ചെയ്ത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. എൻ്റെ ഫേസ്ബുക്ക് പേജ് നിറ്റ് വിത്ത് അമ്മു ലൈക്ക് ചെയ്യൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.